ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പം ഞാൻ ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. സാധാരണ നമ്മൾ മധുരമുള്ള കൊഴുക്കട്ടയിലും ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് എരിവുള്ള കൊഴുക്കട്ട ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് അരിപ്പൊടിയും കുറച്ച് തേങ്ങയും ഉപ്പും നമ്മളെ ജീരകം ഉണ്ടല്ലോ അതോടിട്ട് തിളച്ച വെള്ളത്തിൽ നമ്മൾ സാധാ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ തന്നെ കേട്ടോ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പം ഞാനിത് വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചാണ് കുഴയ്ക്കുന്നത് കേട്ടോ. അടുപ്പിൽ വെച്ച് കുറുക്കി എടുക്കുന്നില്ല, കാരണം ഇത് അത്രയും സോഫ്റ്റ് ആവാൻ പാടില്ല, ചെറിയൊരു കട്ടി വേണം. അപ്പോൾ അത് ആ ഓരോ ഉരുളെടുത്ത് ഇങ്ങനെ മാവ് ഒട്ടുന്നോന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഓരോന്ന് ഉരുട്ടി ഉരുട്ടി നമ്മളൊരു എന്താ പറയുന്നത് ഒരു പരുവത്തിനാക്കി വെച്ചു. കാരണം എന്ന് വെച്ചാൽ മുട്ട നമ്മൾ പുഴുങ്ങി എടുക്കുന്നുണ്ട്, ഇതിനകത്ത് നമ്മൾ മുട്ട ഫില്ലിങ്ങാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഉരുട്ടി വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ മുട്ട അതനുസരിച്ച് ഇങ്ങനെ മുറിച്ചിടണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പില ഇഞ്ചി ഇടുന്നില്ല കേട്ടോ. ഇതിനകത്ത് ഇഞ്ചി കടിച്ചാൽ മോനത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഇഞ്ചി ഇട്ടില്ല. അപ്പം നമ്മൾ സാധാ പൊടികളൊക്കെ ചേർത്തിട്ട് നമ്മൾ മുട്ടയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളെ കൊഴുക്കട്ട നന്നായിട്ടങ്ങ് എന്താ പറയുന്നത് പരത്തി എടുത്തിട്ട് അതിനകത്ത് ഓരോ കഷ്ണം മുട്ടയും നമ്മളെ ഉള്ളിയും കൂടെ ഒക്കെ ചേർത്ത് മസാല അതിനകത്തോട്ട് വെച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതാ പുഴുങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മളെ കൊഴുക്കട്ട റെഡിയാവും. കാരണം എന്ന് വെച്ചാൽ തിളച്ച വെള്ളത്തിൽ കുഴച്ചതുകൊണ്ട് എളുപ്പം തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇനി തണുത്തതിന് ശേഷം എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടിയിരിക്കുന്നതുകൊണ്ട് അത് ഇങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എരിവുള്ള കൊഴുക്കട്ട തയ്യാറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ആണെന്ന് കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ഓക്കേ, ബൈ.